നമസ്കാരം. കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമായി മാറുകയാണോ ചൈന? എന്ത് കപട കച്ചവട തന്ത്രവും ഉപയോഗിച്ച് കാശുണ്ടാക്കണമെന്നാണ് ചൈനയുടെ നയം. കയറ്റുമതിയിലൂടെ ലോകവിപണി പിടിക്കാൻ ശ്രമിക്കുന്ന ചൈന കച്ചവടത്തിലെ സകല സദാചാരവും ലംഘിക്കുന്നു. എങ്ങനെയും പണമുണ്ടാക്കണം എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. സ്വന്തം നിലനിൽപ്പിനായി എന്ത് ചെയ്യാനും ചൈന മടി കാണിക്കാറില്ല. വില തുച്ഛം ഗുണം മെച്ചം എന്നതാണ് കച്ചവട മുദ്രാവാക്യം. വില പോലെ ഗുണവും തുച്ഛമാണെന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. നമ്മുടെ എല്ലാം വീട്ടിൽ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട്. ധാരാളം ഔഷധ ഗുണവും വെളുത്തുള്ളിക്കുണ്ട്. എന്നാൽ വെളുത്തുള്ളിയിൽ ചില അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ഗുണനിലവാരമില്ലെങ്കിൽ പണി പാളും. ചൈനീസ് വെളുത്തുള്ളിയാണ് ഇവിടെ വില്ലൻ. 2014 നിരോധിച്ചെങ്കിലും ചൈനീസ് വെളുത്തുള്ളി ഇപ്പോഴും ഇന്ത്യൻ വിപണിയിൽ ധാരാളം ലഭ്യമാണ്. അടുത്തിടെ ചൈനയിൽ നിന്ന് കടത്തിയ വെളുത്തുള്ളി ഗുജറാത്തിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. നേപ്പാൾ വഴിയാണ് ഇത് ഇന്ത്യയിലേക്ക് എത്തുന്നതെന്നാണ് വിവരം. ചിലപ്പോൾ വെളുത്തുള്ളിയുടെ ഈ വ്യാജനായിരിക്കും നാം ഉപയോഗിക്കുക. അതിനാൽ അല്പം ശ്രദ്ധിച്ചു വേണം ഇനി മുതൽ വാങ്ങാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന. ഇന്ത്യൻ വെളുത്തുള്ളിയിൽ നിന്ന് കാഴ്ചയിലും ഗുണനിലവാരത്തിലും വ്യത്യസ്തമാണ് ചൈനീസ് വെളുത്തുള്ളി. ചൈനീസ് വെളുത്തുള്ളിക്ക് ഇളം വെള്ളയും പിങ്കും കലർന്ന നിറമാണ്. അല്ലിക്ക് വലിപ്പം കൂടുതലും ഗന്ധവും കുറവാണ്. ചൈനയുടെ വെളുത്തുള്ളി കൃഷിയിൽ രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ ആരോഗ്യത്തിനും ഒട്ടും നന്നല്ല. മീഥൈൽ ബ്രോമൈഡ് അടങ്ങിയ കുമിൾ കീടനാശിനി ഉപയോഗിച്ച് 6 മാസം വരെ വെളുത്തുള്ളിയിൽ ഫംഗസ് വളർച്ച തടയുന്നു. ഔഷധ ഗുണത്തിന് കാരണമായ അലിസിൻ എന്ന ഘടകം ചൈനീസ് വെളുത്തുള്ളിയിൽ വളരെ കുറവാണ്. അലിസിൻ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും നിയന്ത്രിക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചൈനയിൽ വെളുത്തുള്ളി കൃഷിക്ക് അസംസ്കൃത മലിനജലം ഉപയോഗിക്കുന്നുവെന്ന് US റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ബ്ലീച്ചിംഗ് പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു. ഏറെക്കാലമായി ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെപ്പറ്റി ചോദ്യമുയരുകയാണ്. കഴിഞ്ഞ വർഷം മോശം ഗുണനിലവാരം കാരണം ചൈനയുടെ ആയുധ കയറ്റുമതി കുറഞ്ഞിരുന്നു. കണക്കുകൾ പരിശോധിച്ചാൽ 2016-നും 2020-നും ഇടയിൽ 7.8% കുറഞ്ഞതായി മനസ്സിലാക്കാൻ സാധിക്കും. ആഗോള വിപണി വിഹിതം 5.6%-ൽ നിന്ന് 5.2%-ആയി കുറഞ്ഞു. ചൈന 53-ലധികം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നിവയാണ് ചൈന പ്രധാനമായും ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. മെയ്ഡ് ഇൻ ചൈന എന്ന പേരിൽ എന്ത് ചവറും യൂറോപ്പിൽ വിറ്റഴിക്കാൻ ഇനി ചൈനയ്ക്കാവില്ല. യൂറോപ്പും ചൈനയോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു. മെയ്ഡ് ഇൻ ചൈന എന്ന പേരിൽ എന്ത് ചവറും ഇനി യൂറോപ്പിൽ ചൈനയ്ക്ക് വിറ്റഴിക്കാനാവില്ല. യൂറോപ്പ് ഗുണമേന്മയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. മൂന്നാം ലോക രാജ്യത്ത് രണ്ടാംകിട ഉൽപ്പന്നങ്ങൾ വിറ്റ് വിപണി കീഴടക്കിയ ചൈനയ്ക്ക് യൂറോപ്പിൽ നിന്ന് വൻ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചൈന പ്രധാനമായും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ, സോളാർ പാനലുകൾ, കാറ്റാടി യന്ത്രങ്ങൾ തുടങ്ങിയവയാണ്. കൃത്യമായ ഗുണനിലവാരവും മാനദണ്ഡങ്ങളുമുള്ള യൂറോപ്യൻ മാർക്കറ്റിൽ നിന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം എക്കാലവും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുന്നുണ്ട്. യൂറോപ്പും ചൈനയെ ആട്ടി അകറ്റുകയാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.